ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പാലും റവയും ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം, വീട്ടിൽ ഒത്തിരി ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ പോയിട്ട് തയ്യാറാക്കാവുന്ന നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോ ഫ്രൂട്ട്സായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം നേന്ത്രപ്പഴമില്ലേ, ഏത്തപ്പഴം, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആപ്പിളാണ്. അതും നമുക്ക് ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരിയാണ്. അതൊരു ഇത്തിരി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ സാധാരണ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരി തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് മുന്തിരി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏത് പഴങ്ങൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 500 ml പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പശുവിൻ പാല്, നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പാൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ചിട്ട് നമുക്കിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒത്തിരി മധുരം വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ അളവിലുള്ള പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ മധുരം അനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ അലിയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പാലൊക്കെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം റവയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ കസ്റ്റാർഡിന് അത്ര കട്ടി വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് പകരം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതായത് 2 നുള്ള് മഞ്ഞൾപ്പൊടി അത്രമാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു യെല്ലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഈ പാലും റവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വളരെ അധികം നന്നായിട്ട് കട്ടിയിൽ അങ്ങോട്ട് കുറുക്കണ്ട, ചെറുതായിട്ട് ഈ റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് റവയൊക്കെ നമ്മൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് വായിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ റവയൊക്കെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും, പക്ഷേ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് കട്ടയാവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് പാലും റവയും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്ത ആ കൂട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ കണ്ടോ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് കുറച്ച് മാതള നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവും. അതാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ പാലും റവയും ചേർത്ത് കുറുക്കിയെടുത്തിട്ടുള്ള ആ കൂട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് മാതള നാരങ്ങയും നമ്മളൊന്ന് മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത്
തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ നമുക്ക് വെക്കാം. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് സാലഡ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും.